നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ കാണുന്ന വേട്ടാവളിയനാണ് അനന്തപുരി വ്ളോഗ്സ്. ഇവൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും സംഘപരിവാറിനെ വിമർശിക്കുന്നവർക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സംഘിപ്പൊട്ടനാണ് ഇവൻ. കാരണം സംഘപരിവാറിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും മിണ്ടിയാൽ അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരാണെങ്കിലും ഇവൻ അവരുടെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും മക്കളെ അടക്കം വളരെ മോശമായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു ഒന്നാം തരം ചാണക പൊട്ടനാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ കുംഭമേള നമ്മുടെ മലപ്പുറം ജില്ലയിൽ നടന്നപ്പോഴത്തേക്ക് അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഇവൻ വന്നിരുന്നു. ഈ കുംഭമേളയെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മുസൽമാനോ ഒരു ക്രൈസ്തവനോ അവഹേളിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രീതി ഈ കുംഭമേളയിൽ കണ്ടതുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം പാല് പുഴയിലേക്ക് ഒഴുക്കുന്ന ഒരു സംഭവം, അതുപോലെ തന്നെ നെയ്യ് കൊണ്ടുവന്ന് പുഴയിലേക്ക് ഒഴുക്കുന്ന ഒരു സംഭവം നിത്യേന സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇത്തരം വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ശരിക്കും ഹൈന്ദവ മത വിശ്വാസത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ തന്നെ അതിനെക്കുറിച്ചിട്ട് വിമർശിക്കാറുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു മതവിശ്വാസത്തെയും കുറിച്ചിട്ട് ഞാൻ തള്ളി പറഞ്ഞു. കാരണം ലക്കും ദീനിക്കും വലിയ ദീനെന്നാണല്ലോ. അവന്റെ മതവിശ്വാസവുമായിട്ട് മുന്നോട്ട് പോവുക. മറ്റതിനെ തള്ളി പറയുന്നവർ അവൻ യഥാർത്ഥ വിശ്വാസി അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു മതവിശ്വാസത്തെയും കുറിച്ചിട്ട് തള്ളി പറയാൻ നമ്മളാണല്ല. പക്ഷേ ഈ സംഘികൾക്കൊരു പ്രശ്നമുണ്ട്. കാരണം ഇവന്മാര് ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം ഏറ്റു നടക്കുന്നവന്മാരാണല്ലോ. എവിടെ എന്ത് സംഭവം ഉണ്ടെങ്കിലും അവിടെ എല്ലാം ഇവന്മാരുണ്ടാവും. എന്നാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ചില വാർത്തകളുണ്ട്. ഈ ശബരിമല വിഷയത്തിൽ പോലും അയ്യന്റെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയ ഈ വേട്ടാവാളിയന്മാരൊക്കെ ഏത് ഗണത്തിൽപ്പെട്ടതാണെന്നും ഇവനൊക്കെ ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നുള്ളതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചിട്ടൊന്നും ഒരു അക്ഷരം പോലും ഈ പറയുന്നവന്മാരൊന്നും ഒരു വീഡിയോ പോലും ചെയ്തിട്ടുമില്ല. ഈ കേരളത്തിലെ സംഘപരിവാർ ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അമ്മമാർ പോലും ഒരു അക്ഷരം ഇതുവരെ ഉണ്ടെന്നത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഇവന്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ത്യയുടെ ഭാരതമാതാവിനെയും ഗണഗീതത്തേക്ക് അപമാനിച്ചുകൊണ്ട് ഒരുത്തൻ വന്നിട്ടുണ്ട്, ഫ്രെഡി ഫ്രാൻസിസ്. ആദ്യം തന്നെ അവൻ പറയുന്ന വീഡിയോ ഞാൻ കാണിക്കാം. പരമപവിത്രമാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ. അതായത് ഭാരതാംബ 1905 അപനീന്ദ്രനാഥ ടാഗോർ വരച്ച ചിത്രത്തോടെയാണ് ഇതിനൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആയത്. അന്നത് ബംഗാൾ മാതയായിരുന്നു. പിന്നീട് മൊത്തത്തിൽ അതൊരു ഭാരത മാതയാക്കി. അത് ഇതല്ല, വേറൊരു സാധനമാണ്. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് കേരളം ഇല്ല ഗൈസ്. കേരളം 1956 കേരളം ഉള്ളത്. അന്ന് കേരളം അറിയാലോ, പല പല വേറെ രാജ്യങ്ങളാണ്. തിരുവിതാംകൂർ, കൊച്ചി, പിന്നെ മലബാർ നമ്മുടെ ബ്രിട്ടീഷ് ടീമിന്റെ ഈ അവസ്ഥയിലായിരുന്നു കേരളം. അപ്പൊ ഈ കോൺസെപ്റ്റ് ഉണ്ടായ സമയത്ത് ഏതായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? ഈ പാട്ട് മലയാളത്തിൽ തന്നെയാണ്, വേറെ ഭാഷയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അടുത്ത വരി ഇതിലും ഗംഭീര. ഇലയും ഇതളും പൂവും മൊട്ടും ഇറുതെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരും. കേട്ടല്ലോ, ഇവന്റെ പേരാണ് ഫ്രെഡി ഫ്രാൻസിസ്. ഇവന്റെ പേരാണോന്ന് സംശയമുണ്ട്. ഈ ഫ്രെഡി ആദ്യത്തെ അച്ഛനും ഫ്രാൻസിസ് രണ്ടാം അച്ഛനുമായിരിക്കാം. പിന്നെ ഇനിയും കാണണം, ഇവൻ്റെ രീതി അനുസരിച്ച് സംസാരം അനുസരിച്ച് നോക്കാം. ഇനിയും കാണണം. കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്നുണ്ട് ആദ്യം തന്നെ ഗണഗീതത്തെയാണ് പറയുന്നത്. അതിനെ അപമാനിക്കുന്നുണ്ട്. അതിനുശേഷം ഭാരതാംബയെ അപമാനിക്കുന്നുണ്ട്. ബംഗാളിൽ മാത്രമായിരുന്നു ഭാരതാംബ. അതിനുശേഷം മൊത്തത്തിലായി മറ്റേ സാധനമായിട്ടൊക്കെയാണ് വന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഇവൻ്റെ പോസ്റ്റിൽ കുലസ്ത്രീയും കുലപുരുഷന്മാരും എന്നാണ് ഇവൻ എഴുതിയിട്ടുള്ളത്. കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രെഡി ഫ്രാൻസിസിനോട് ചോദിക്കട്ടെ, ഈ കുലസ്ത്രീ എന്ന് പറയുന്നത് നിൻ്റെ അമ്മയാണോ? നിൻ്റെ അച്ഛൻ അങ്ങനെയാണെങ്കിൽ കുലപുരുഷൻ തന്നെയാണ്. കുലയുള്ളതാണല്ലോ നിന്നെപ്പോലെ ഒരുത്തനെ ഉണ്ടാക്കി ഇമാതിരി രീതിയിൽ വിട്ടത്. ഇനി നിൻ്റെ സംസാരം കേട്ടിട്ട് വേറൊരു സംശയമുണ്ട്. നിനക്ക് ഇനിയും കാണണം. അത് നിൻ്റെ അമ്മയോട് എന്നെ ചോദിക്കണം, ഇനിയും ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. നീ കേരളത്തിൽ ജീവിച്ചു അല്ലേ? ഭയങ്കര മഹാനാണെന്ന് തോന്നുന്നു. അച്ഛന് മുമ്പേ ഉണ്ടായത്, നമ്മുടെ കേരള സംസ്കാരത്തിലാണെങ്കിൽ തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ മോനെ എന്ന് വേണമെങ്കിൽ എനിക്ക് വിളിക്കാം. ഒന്നുകൂടെ വിളിക്കാം, പല തന്തയ്ക്ക് പിറന്ന മോനെ എന്ന് വേണമെങ്കിലും എനിക്കോ ഈ വാക്ക് കേൾക്കുന്ന ആർക്ക് വേണോ വിളിക്കാം. പക്ഷെ നിൻ്റെ അമ്മയെ കുലസ്ത്രീ എന്ന് നീ തന്നെ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം നിൻ്റെ അച്ഛനെ ചൂണ്ടിക്കാണിച്ച് തരാത്തതുകൊണ്ടാണോ, അത് നിനക്ക് സംശയമുള്ളതാണ്ടോ ഇപ്പോൾ ഉള്ള തന്തേ? അതവിടെ ഇരിക്കട്ടെ, നിൻ്റെ സംശയമല്ലേ. പിന്നെ ഇവനെ എല്ലാവർക്കും ഓർമ്മ വന്നല്ലോ അല്ലേ? ഇവനെ ഓർമ്മിച്ച് വെച്ചോണം. ഇവിടെ ഇരുന്നല്ല പറയുന്നത്. അവരെപ്പോലുള്ള നട്ടലുറപ്പില്ലാത്തവന്മാരൊക്കെ ഏതെങ്കിലും സ്ഥലങ്ങൾക്ക് ഇരുന്നിട്ട് ആണ് ഇമാതിരി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ കാണില്ല. എന്നാലും ഓർമ്മിച്ച് വെച്ചിരിക്കുന്നത് നല്ലതാട്ടോ. കുലസ്ത്രീകളാണ്. പിന്നെ ഭാരതാംബയെ അവൻ അപമാനിക്കുകയാണ്. മറ്റേ ഇത് ബംഗാളിൽ അന്ന് കേരളമില്ല, അന്ന് ഇവനേ ഇല്ല, ഇവൻ്റെ തന്തയില്ലേ, അവൻ പോലും കാണൂല ആ കാലഘട്ടത്ത്.
പിന്നെ ഇവൻ്റെ അമ്മ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവൻ ആരെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പിന്നെ ഈ കുലസ്ത്രീ എന്ന് വിളിച്ച കൂട്ടത്തിൽ ഇവൻ്റെ പെങ്ങൾ വരും, ഇവൻ്റെ അമ്മ വരും, ഇവൻ്റെ ഭാര്യ വരും, ഒക്കെ വരും. പിന്നെ ഇവൻ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്ന് അറിഞ്ഞില്ല, കുടുംബം ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇതുപോലെ ആരെങ്കിലുമൊക്കെ പണ്ട് ഈ ഒളിച്ചിരിപ്പുണ്ടല്ലോ ബ്രിട്ടീഷ് ഭരണകാലത്ത്, അങ്ങനെയൊക്കെ പലരും പല സ്ഥലത്ത് ഒളിച്ചിരിക്കും. ഈ ഒളിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ആവും, ആ ഒരു അമർഷ ബോധം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവൻ പറയും. കാരണം അമ്മ എന്ന് പറയുമ്പോൾ അവൻ അങ്ങനെ വിളിക്കാൻ ഒരാൾ കാണൂല, ആരോ എവിടെയോ എങ്ങനെയോ അച്ഛാന്ന് വിളിക്കാൻ കാണൂല. അപ്പോൾ ഇതുപോലെയുള്ള സംസാരങ്ങൾ സംസാരിക്കും. പിന്നെ ഈ ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ മോൻ, പിന്നെ ഇവനെയൊക്കെ പോലെയുള്ളവന്മാരെയൊക്കെ മടത്തിട്ടായിരിക്കാം പണ്ട് അല്ലെങ്കിൽ മുന്നേ കണ്ടിട്ടുണ്ടാവാം. ഇവനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് യേശുക്രിസ്തുവിന് യാതൊരു ഭക്തിയും ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് ഇവനെയൊക്കെ സഹിക്കാൻ വയ്യാതെ അയാൾ ആ ചാട്ടവാറും അടിയും കൊണ്ടുകൊണ്ട് കുരിശിൽ കയറിയത്. കാരണം യേശുക്രിസ്തു ഒരു കുരിശാണ് ചുമന്നത്, അവൻ്റെ കുടുംബക്കാരൊക്കെ എത്രയോ കുരിശ് ചുമന്നു നടക്കുകയാണ്, കണ്ടോമാരെ അത്രയും. അപ്പോൾ പിന്നെ അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്നാൽ എന്തായിരിക്കും അല്ലടാ ഫ്രെഡി ഫ്രാൻസിസേ അവസ്ഥ. എന്നാലും നീ ഇനി ചെയ്യേണ്ടത് നിൻ്റെ അച്ഛൻ ആരാന്ന് നീ കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം ആർക്ക് എങ്ങനെ എപ്പോൾ ഈ സംശയം വന്നുകൊണ്ടാണ് നീ ഇന്ത്യയുടെ ഭാരതാംബയെ മറ്റേ മറിച്ചയാളെന്നൊക്കെ പറഞ്ഞതും നിൻ്റെ അപ്പോസിൽ കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇട്ടതും ഗണഗീതത്തെ അപമാനിച്ചതും. നീ ഒന്ന് മനസ്സിലാക്കണം മോനെ, ഈ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന RSS, അതിൻ്റെ ഗണഗീതയും അതാണ് നീ പറഞ്ഞത്, അതിനെയാണ് നീ ആക്ഷേപിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഭാരതാംബ ഭാരതത്തിൻ്റെ മാതാവായിട്ട് എല്ലാ പേരും, ചില വിവരമില്ലാത്ത സുഡാപ്പികളല്ലാതെ ബാക്കി എല്ലാ പേരും ആ ഭാരതാംബയെ തന്നെയാണ് കാണുന്നത്. പിന്നെ നീ നിൻ്റെ അമ്മയെ എങ്ങനെ വിളിക്കുന്നുവോ അതുപോലെ ഭാരതാംബയെ അപമാനിച്ച നിന്നെ എനിക്ക് ഒന്നുകൂടെ വിളിക്കാനുണ്ട്. പല തന്തയ്ക്ക് പിറന്ന മോനെ എന്ന് വേണമെങ്കിലും എനിക്ക് വിളിക്കാം. കാരണം നീ അതാണ്. ക്രിസ്ത്യാനികൾക്ക് ഒരു അപമാനമായിട്ട് ഏതോ സ്ഥലത്ത് ഒളിച്ചു നിന്നുകൊണ്ട് ഇമാതിരി വീഡിയോകൾ ഉണ്ടാക്കുമ്പോൾ തന്തയോട് ചോദിക്കണം, ജനിച്ചപ്പോഴേ പഠിപ്പിച്ചു തരേണ്ടതായിരുന്നു അത് ആരൊക്കെ എന്നും ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന മോനെ, ഇതൊരു മിനിമം സംഖ്യയുടെ ഒരു ക്വാളിറ്റിയാണ്. കാരണം ആശയം കൊണ്ട് നേരിടാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് വായിൽ വരുന്ന ഈ മാലിന്യം അതങ്ങോട്ട് കക്കുക എന്നുള്ളതാണല്ലോ ഈ വേട്ടാവളിയന്മാരുടെയൊക്കെ ഒരു സ്ഥിരം തൊഴിൽ. വീട്ടിൽ ഇരിക്കുന്ന അച്ഛനെ, അമ്മ, ഭാര്യ, പെങ്ങള് ഇവരെയൊക്കെ കുറിച്ചിട്ടാണ് ഇവൻ ഈ തെമ്മാടിത്തരം ഇങ്ങനെ പറയുന്നത്. ഭാരതാംബയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഗണഗീതത്തെ കുറിച്ചിട്ടൊക്കെ അവരുടെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇങ്ങനെ അങ്ങോട്ട് വിമർശിക്കാനായിട്ട് ഇവൻ പറഞ്ഞു വന്ന എന്താണ്, യേശുവിനെ വരെ ഇതിലേക്ക് എടുത്തിട്ടിട്ട് വളരെ മോശമായ രീതിയിലാണ് ഈ നാട്ടിലിരുന്നുകൊണ്ട്, ഈ മതേതര കേരളത്തിലിരുന്നുകൊണ്ട് ഇത്തരത്തിലൊരു തെമ്മാടിത്തരം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് അത് എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിച്ചു. കാരണം ഇവൻ കുറെ കാലമായിട്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന, പച്ചയ്ക്ക് മതസ്പർദ്ധ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒന്നാന്തരം പരമ ഊളയാണ് ഇവൻ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഇവനെ ശ്രദ്ധിക്കണം. കാരണം ഇവനെ പോലുള്ള ആളുകളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പിന്നെ ഇവൻ പറഞ്ഞിട്ടുള്ള ആ വാക്കുകളും ആ പ്രയോഗങ്ങളൊക്കെ എന്തുകൊണ്ടും 100% യോജിക്കുന്നത് അത് നിനക്ക് തന്നെയാണ്. നീ തന്നെ പോയിട്ട് നിന്റെ വീട്ടിലുള്ളവരോട് ചോദിക്കുക നീ ആരാണെന്നും, അപ്പൊ അവര് പറഞ്ഞു തരും നീ ആരാണെന്നും അവരാരാണെന്നും പിന്നെ നിന്റേതാരാണെന്നും. ഇതിൽ കൂടുതൽ ഞാൻ ഇവനൊരു മറുപടി തൽക്കാലം ഇപ്പൊ കൊടുക്കുന്നില്ല. ഇനിയും അവസരങ്ങളുണ്ട്. ആ അവസരത്തിനൊത്ത് നമ്മൾ ഇതിനൊക്കെ കൃത്യമായിട്ട് ഇവന്റെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുന്ന രീതിയിലുള്ള മറുപടി പറയാൻ എന്തായാലും നമുക്കറിയാൻ മേലാഞ്ഞിട്ടുമല്ല. അപ്പൊ കാത്തിരിക്കാം. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.